ഇസ്രയേലിൽ ഭീകരാക്രമണം. ബാത്തിയാമിലും ഹോലോണിലും നിർത്തിയിട്ടിരുന്ന 3 ബസ്സുകളിൽ വൻ സ്ഫോടനം. 2 ബസ്സുകളിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ പ്രതിരോധ സേന നിർവീര്യമാക്കി. വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലെ ഭീകര സംഘടനകൾക്കെതിരെ നടപടിക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് സംഭവം. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എപ്പോഴാണ് സ്ഫോടനം നടന്നത്? സ്ഫോടനത്തിൽ ആർക്കെങ്കിലും പരിക്കുകളുണ്ടോ? ഏതാണ്ട് ഇന്നലെ രാത്രി അർദ്ധരാത്രി കഴിഞ്ഞ സമയത്താണ് സ്ഫോടനം നടന്നത്. ഇന്ത്യൻ സമയം അർദ്ധരാത്രി കഴിഞ്ഞ സമയത്താണ് സ്ഫോടനം നടന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സ്ഫോടനത്തിൽ പ്രത്യേകിച്ചും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നതാണ് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. ഇതുവരെ അത്തരത്തിലൊരു വാർത്തകളും പുറത്തു വന്നിട്ടില്ല. പക്ഷേ പ്രതിരോധ സേന കൃത്യമായ നിരീക്ഷണമെല്ലാം തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എന്ന് പരിശോധന തുടരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അറിയിക്കുന്നത്. 3 ബസ്സുകൾ ബത്തിയാമിലും അതുപോലെ തന്നെ ടെലവീവിന് പരിസരത്തുള്ള നഗരങ്ങളിലും ഹൊളാനിലെ പ്രദേശങ്ങളിലുമാണ് ഈ ബസ്സുകൾ പൊട്ടിത്തെറിച്ചത്. 3 ബസ്സുകളിൽ സ്ഥാപിച്ച IED ആണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ സ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയും വൻതോതിൽ ബസ്സുകൾക്ക് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു ആക്രമണം നടത്താനുള്ള ഒരു നീക്കം തന്നെയാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലെ ഭീകര സംഘടനകളെ നിയന്ത്രിക്കുന്നതിനുള്ള നീക്കം കർശനമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഈ അപകടം നടന്നത്, അല്ലെങ്കിൽ ഈ ആക്രമണം നടന്നത് എന്നതും ഏറെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട ഒരു സംഭവമാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് മറ്റ് 2 ബസ്സുകളിൽ, അതായത് തുടർച്ചയായി ഈ സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ നടന്ന അടിയന്തരമായ പ്രതിരോധ സേനയുടെ പരിശോധനയിൽ മറ്റ് 2 ബസ്സുകളിൽ സ്ഥാപിച്ച സമാനമായ എക്സ്പ്ലോസീവുകൾ നിർവീര്യമാക്കാനും സാധിച്ചു. അതിൽ നിന്നാണ് ഏത് രീതിയിലുള്ള സ്ഫോടനമാണ് ഇവർ പ്ലാൻ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആളപായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആളപായം ഇല്ലാതിരുന്നത് ഒരു നല്ല ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഉണ്ടാകാതിരുന്നത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കടുത്ത അന്വേഷണങ്ങളും കർശന നടപടികളും ഭീകര സംഘടനകൾക്കെതിരെ നടത്തുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ നിന്ന് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരരാണ് ഇതിന് പിന്നിലെന്നാണ് പ്രാഥമികമായ നിരീക്ഷണം. ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.